എനിക്കിപ്പോൾ 68 വയസ്സുണ്ട്. ഞാൻ ഇപ്പോഴും 2 പേരെ ജോലി ചെയ്യുന്നുണ്ട്. അതിനെല്ലാം മേടിച്ച് പിറക്കി തന്നിട്ട് വീട്ടിൽ പശു ഉണ്ട്, അതിൻ്റെ കാര്യം നോക്കാൻ പോകും. ചേമ്പ്, കപ്പ, തേന, മധുരക്കിഴങ്ങ്, പിന്നെ കാച്ചിൽ കിട്ടിയില്ല, അതുകൊണ്ട് ഏത്തക്കായും ഉണ്ട്. അത് പിന്നെ തൈരും സമ്മന്തി, പിന്നെ മുളക് സമ്മന്തി, പിന്നെ മീൻ വറുത്തത്, ഉണക്കമീൻ വറുത്തത്, പിന്നെ ആവശ്യമുണ്ട് ചിക്കൻ ഫ്രൈ ഉണ്ട്, കട്ടുദോശയുണ്ട് വൈകിട്ട്. ഞാൻ തന്നെ എല്ലാം ചെയ്യുന്നത്. പിന്നെ ഞാൻ ഒരു കുക്കാണ് സ്കൂളിൽ. എനിക്ക് ഹെൽത്ത് കാർഡും ഡോക്ടർ സർട്ടിഫിക്കറ്റും എല്ലാം ഉള്ള ഫുഡ് ഉണ്ടാക്കുന്നതിന്. എനിക്ക് ഇച്ചിരി സാമ്പത്തിക ബുദ്ധിമുട്ട്, മോൻ്റെ കുഞ്ഞിൻ്റെ കല്യാണമായിരുന്നു. പൈസയ്ക്കൊക്കെ ഇച്ചിരി ഞെരുക്കം വന്നു, പെട്ടെന്നുള്ളൊരു കല്യാണമായിരുന്നു. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ വേറെ അവനും സൗദിയിലായിരുന്നു ജോലി, കല്യാണം പ്രമാണിച്ച് പിന്നെ പോയില്ല. അവിടെയും വലിയ പോയിട്ട് ഇവിടുത്തെ പോലെ ഒന്നും ഇല്ല. പിന്നെ ഉള്ളിവടയുണ്ട്, അത് വെളിച്ചെണ്ണയ്ക്കകത്താണ് ഞാൻ ചെയ്യുന്നത്. എല്ലാം വെളിച്ചെണ്ണയ്ക്കകത്താണ് ചെയ്യുന്നത്. വെളിച്ചെണ്ണ ഇന്നെടുത്തിട്ട് നാളെ അത് ഓരോ ദിവസം മാറി മാറി എടുക്കും. അന്നത്തെ മാത്രമേ എടുക്കത്തുള്ളൂ, പിറ്റേന്ന് വേറെ പൊട്ടിച്ച് ഒഴിക്കും. ഞാൻ ഇവിടുന്ന് ഒരു ഇതിൻ്റെ കമ്പനിയുണ്ട്, കട ഹോൾസെയിലായിട്ട്. അവിടുന്ന് വലിയ 10 പാക്കറ്റ് ഒരു ബോൾസിനകത്ത് ഒന്നിച്ചെടുക്കും. എന്നിട്ട് അവരെല്ലാം വന്ന് ഇവിടുന്നാണ് കഴിക്കുന്നത്. വെളിച്ചെണ്ണയുടെ മണം അടിച്ച ആൾക്കാരെല്ലാം ഉള്ളിവടയ്ക്ക് ഓടി വരുന്നത്. ഓടി വന്നിട്ട് ഏത്തയ്ക്കാപ്പം ഉള്ളിവട എനിക്ക് തികയത്തേ ഇല്ല. എനിക്ക് ബോളി ഇടുന്നുണ്ട്. പിന്നെ എനിക്കറിയാവുന്ന രീതിയിൽ ഞാൻ കാപ്പിക്കടയൊന്നും നടത്തിയിട്ടില്ല. എന്നാലും എൻ്റെ ഒരു ഇതിൽ ചെയ്ത് എല്ലാം പിള്ളേർക്കെല്ലാം അങ്ങ് വളരെ താല്പര്യമാണ്. ഞങ്ങൾ രണ്ടും ഉള്ളൂ, കൂലി കൊടുക്കാനുള്ള ഇത് കിട്ടത്തില്ല. ഒരാളെ കൂടെ ശമ്പളത്തിന് എന്നുവെച്ചാൽ ഒരു പ്ലേറ്റ് 50 രൂപ. അത് ഇതിനകത്ത് 6 പീസാകും 50 രൂപയ്ക്ക് വെക്കുന്നത്. ഒരു സാധനവും തുറന്ന് വെക്കത്തില്ല. ഇവിടെ വഴിയറുമ്പോൾ കാറ്റും പൊടിയും ഒക്കെ അടിക്കും. അതിന് എല്ലാം നല്ല നീറ്റായിട്ടേ വെക്കത്തുള്ളൂ. ഇതിൽ ഇനി ഒരു കഷ്ണം ഏത്തക്കായും കാച്ചിലും ഉണ്ട്. അത് ഈ കട തുറന്നിട്ട് മേടിച്ചിട്ട് അതുകൂടെ വെക്കും. ഉണക്കമീൻ, ചിക്കൻ വറുത്തില്ല, വരെ പുരട്ടി വെച്ചേക്കുന്നേ ഉള്ളൂ. അത് ആവശ്യക്കാർ പറയുമ്പോൾ അവർക്ക് പൊരിച്ചു കൊടുക്കും. മീൻ കറിയൊക്കെ ഉണ്ട്. ഞാൻ അയില കറി വെച്ചു. കഴിഞ്ഞ ആഴ്ച മത്തിയെല്ലാം തോരനുണ്ടായിരുന്നു. അതിനി അങ്ങനെ ചെയ്യണമെന്നുള്ള ഇതിൽ പോവാം. ഈ സ്ഥലം എവിടെയാണെന്ന് കൂടി നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. അതായത് നമ്മൾ പത്തനംതിട്ടയിൽ നിന്ന് മൈലപ്പുറയ്ക്ക് പോകുന്ന വഴി, അതായത് ശബരിമല റൂട്ടിലേക്ക് പോകുന്ന വഴി. അപ്പോൾ അവിടെ ഒരു ബിവറേജൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. അത് കഴിഞ്ഞ് മുന്നോട്ട് വരുമ്പോൾ ഒരു ലയൺസ് ക്ലബിൻ്റെ ഒരു സെൻട്രൽ ക്ലബ്ബോ അങ്ങനെ സംഭവം കാണുന്നുണ്ട്. അവിടുന്ന് വീണ്ടും മുന്നോട്ട് പോകുമ്പോൾ വലത് സൈഡിലാണ് ഈ അമ്മൂമ്മയുടെ കപ്പയും അല്ല കിട്ടിയില്ല എന്ന സ്നാക്സും ഒക്കെ ഉള്ള കട. അതായത് സ്ഥലം നിങ്ങൾക്ക് പരിചയപ്പെടുത്തിയിട്ടുണ്ട്. ഇതുവഴിയൊക്കെ നിങ്ങൾ പോകുമ്പോൾ ഒന്ന് കയറി ട്രൈ ചെയ്ത് നോക്കൂ. വർത്താണ്, നല്ല ക്വാളിറ്റി ഫുഡാണ്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിരുന്നു. വീണ്ടും മറ്റു വീഡിയോ കാണാം. അതൊരു